മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുരാജൻ മേഘത്തിൽ ശോഭിതനായി വരുമ്പോൾ, യേശുരാജൻ മേഘത്തിൽ ശോഭിതനായി വരുമ്പോൾ, ആനന്ദമായി ആനന്ദമായി മേഘത്തിൽ ഞങ്ങളുമേറിയിടുമേ. ആനന്ദമായി ആനന്ദമായി മേഘത്തിൽ ഞങ്ങളുമേറിയിടുമേ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം 1 തിമോത്തിയോസിൻ്റെ 3-ാം അധ്യായം ആസ്പദമാക്കി അധ്യക്ഷൻ്റെ ചില യോഗ്യതകളെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അധ്യക്ഷൻ എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കരുത് എന്നിത്യാദി കാര്യങ്ങളെ 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു. അതിൻ്റെ ചില ഭാഗങ്ങളെ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ വാക്യത്തിൽ മദ്യപ്രിയനും തല്ലുകാരനും ആകരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിക്ഷനും അരുത്. നിന്ദയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിക്കുവാൻ പുറമേയുള്ളവരുടെ നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. ഈ ചില വാക്യങ്ങളിലൂടെ ഒരു അധ്യക്ഷൻ്റെ യോഗ്യത അല്ലെങ്കിൽ ശുശ്രൂഷകൻ്റെ യോഗ്യത എത്ര കൃത്യമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മദ്യപ്രിയനാകരുത്. മദ്യപാനം പുതിയ നിയമ വിശ്വാസികൾക്ക് വിലക്കപ്പെട്ടതാണ്. ഇത് ജഡത്തിൻ്റെ ഇച്ഛകൾക്ക്, ഉല്ലാസങ്ങൾക്കായിട്ട് ആളുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നതാണ്. അങ്ങനെയുള്ളൊരു പ്രവൃത്തിയാണ്. ആയതിനെ അത് തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യണം? അതിനെ നീക്കിക്കളയണം. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ മുലകുടി പ്രായത്തിൽ തന്നെ ഉപേക്ഷിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ശലോമോൻ്റെ ആലയപ്പണി നടന്നപ്പോൾ മഴുവിൻ്റെയോ ചുറ്റികയുടെയോ ശബ്ദം കേൾക്കാനില്ലായിരുന്നു. കാരണം കുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടായിരുന്നു അത് പണിതത്. അല്പം അത് നാം വേറൊരു നിലയിൽ ചിന്തിച്ചു പറഞ്ഞാൽ അതിൻ്റെ കട്ടിങ്ങും ഷേപ്പിങ്ങും ഫിനിഷിങ്ങും എല്ലാം കുഴിയിൽ വെച്ച് തന്നെ അത് ശരിയായതാണ്. അങ്ങനെ ശരിയായ കല്ലുകൾ കൊണ്ട് പണിതതുകൊണ്ട് അത് പണിത സമയത്ത് ഒച്ചയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വായിക്കുന്നത്. ശമൂവേൽ ശൗലിനോട് എൻ്റെ ചെവിയിൽ കേൾക്കുന്ന കാളകളുടെയും മുക്കറ എന്ത്? കാളകളുടെയും ആടുകളുടെയൊക്കെ മുക്കറ എന്ത്? അപ്പം ആടുകളുടെ ഈ കരച്ചിലും ഈ മുക്കറയൊക്കെ ഞാൻ കേൾക്കുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വലിയ നിയോഗമാണ് ശൗല് എന്നോട് പറഞ്ഞത്. എന്താണെന്നറിയാമോ? കാളയും ആടും മാടും ഒട്ടകവും ഇവയൊന്നും ശേഷിപ്പിക്കരുത്. ഇതിനെല്ലാം നശിപ്പിച്ച് ഉന്മൂലനം ചെയ്തിട്ട് വേണം വരാൻ. എന്നാൽ ഇന്നിവയെ നശിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ കൊന്ന് വന്നിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. കാരണം 1 ശമൂവേൽ 15:3 നോക്കിയാൽ അറിയാം, അത് അവിടെ ഒരു കൽപ്പനയാണ്. അപ്പോൾ ശൗൽ അത് ചെയ്തില്ല. എന്തുകൊണ്ട്? 1 ശമൂവേൽ 15:5 വാക്യത്തിൽ വായിക്കുന്നത്, നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു, ഹീനവും നിസ്സാരവുമായ ഒക്കെയും എന്ത് ചെയ്തു? അവർ നിർമൂലമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഒരു അധ്യക്ഷൻ അതാകട്ടെ, ഒരു വിശ്വാസിയാകട്ടെ, അത്യന്തം അപകടകരമായ ഈ ദുസ്വഭാവത്തിന് അടിമപ്പെടരുത്. അങ്ങനെ അടിമപ്പെട്ട ആദ്യ വ്യക്തിയാണ് നോഹ എന്ന് പറയുന്നത്. ഉൽപ്പത്തി 9:20 മുതൽ 27 വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നോഹയ്ക്ക് ലഭിച്ച ലജ്ജാകരമായ അവസ്ഥ പിൻതലമുറയ്ക്ക് എല്ലാം ഒരു അപകട മുന്നറിയിപ്പാണ് എന്ന് നാം മറന്നുപോകില്ല. മറ്റൊരു കാര്യത്തോട് പറയുന്നത്, തല്ലുകാരനാകരുത്. ശരിയായ മാനസാന്തരമോ വീണ്ടും ജനനമോ അങ്ങനെയുള്ള അനുഭവം ഇല്ലാതെ സഭകളിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളവരിൽ
ചിലർ അധികം താമസിയാതെ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സുവിശേഷ വേലയിൽ ഇറങ്ങിയിട്ടുള്ളവർ എന്ത് ചെയ്യുന്നു? അതൊരു വലിയ ദോഷമാണ്. കാരണം ചില്ലറയല്ല ആ ദോഷം. ഒരു സുവിശേഷൻ ആയാലും സഭാമൂപ്പനായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് എന്താണ്? വഴക്കാളിയാകരുത്. സഭയിൽ വഴക്കാളി ആകരുത്. കവി പാടിയതുപോലെ, കണ്ടാൽ നല്ലൊരു പുരുഷൻ അവൻ വേണ്ടാതനവും കോപമേറും, കണ്ട ജനത്തോടെല്ലാം ശുണ്ടിയടിക്കും, രണ്ടാം വാക്കിന് കയറിയടിക്കും. ഇവിടെ ദൈവവചനം പറയുന്നു, തല്ലുകാരനാകരുത്, കോപിഷ്ഠനാകരുത്, ശാന്തനും കലഹിക്കാത്തവനും ആയിരിക്കണം. ശാന്തതയും സൗമ്യതയും ഒരു ശുശ്രൂഷകൻ്റെ മുഖമുദ്രയാണല്ലേ. നമ്മുടെ കർത്താവ് എത്ര ശാന്തനായിരുന്നു, സൗമ്യനായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, കർത്താവ് കോപിച്ചിട്ടില്ലേ? ഉണ്ട്. യെരൂശലേം ദേവാലയത്തിൽ ആടിനെ, മാടിനെ, പ്രാവിനെ കൊണ്ടുവന്ന് വ്യാപാരം നടത്തിയപ്പോൾ ചാട്ട എടുത്ത് അടിച്ച് എല്ലാത്തിനെയും പുറത്താക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. മുൻകോപികളായ ചില ശുശ്രൂഷന്മാർ തങ്ങളുടെ വാക്കുകൾ കൊണ്ടും വചന ശുശ്രൂഷ കൊണ്ടും മറ്റുള്ളവരെ തല്ലുന്നു. ഭോഷൻ്റെ മുതുകിന് വടി. യേശു ചമ്മട്ടി ഉണ്ടാക്കി. പൗലൂസ് എന്ത് ചെയ്തു? വടിയോടുകൂടി വിശ്വാസികളുടെ അടുക്കൽ ചെല്ലുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സ്വന്തം സഭയിലെ വിശ്വാസികളെ ദ്രോഹോപദ്രവം ചെയ്യുവാൻ മടിക്കാത്ത അജപാലകന്മാരും ഇന്ന് ആത്മീയ ലോകത്തിൽ ഉണ്ടെന്നുള്ളത് ഈ നാളുകളായിട്ടൊക്കെ ഈ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കൂടാതെ സഭാ അധ്യക്ഷന്മാർ ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം. അങ്ങനെയുള്ള ഈ സ്വഭാവമാണ് ഒരു ശുശ്രൂഷകൻ്റെ ആയിക്കോട്ടെ, സുവിശേഷകൻ്റെ ആയിക്കോട്ടെ, മൂപ്പന്മാരുടെ ആയിക്കോട്ടെ, അവരുടെ മുഖമുദ്ര അതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ ശാന്തനും ദോഷം സഹിക്കുന്നവനുമായിരിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. ഒരിക്കൽ ആ നിലയിൽ ജോസഫ് തൻ്റെ സഹോദരന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുതെന്നാണ് പറഞ്ഞത്. കാരണം ജോസഫിന് തൻ്റെ സഹോദരന്മാരുടെ ആ സ്വഭാവം അറിയാമായിരുന്നു. അപ്പോൾ അവർ ശണ്ടയിടുന്നവരാണെന്ന് ജോസഫിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ജോസഫ് പറഞ്ഞത്, നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ വേലയിൽ ആയിരിക്കുന്ന ശുശ്രൂഷകന്മാർ, മൂപ്പന്മാർ, അതുപോലെ സുവിശേഷന്മാർ എന്ന് വേണ്ട എല്ലാവരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് അധ്യക്ഷൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. കൂട്ട് പ്ലസ് ഇമ്പമാണ് കുടുംബം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ കൂട്ടി ഇമ്പമായി വാഴുന്ന സ്ഥലം എന്നാണ് കുടുംബത്തെക്കുറിച്ച് പറയുന്നത്. മറ്റൊരിടത്ത് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. അപ്പോൾ അങ്ങനെയുള്ള കുടുംബജീവിതം ധന്യമാകണമെങ്കിൽ അതിൻ്റെ അകത്ത് ജീവിക്കുന്നവർ വളരെ സന്തോഷകരമായും ഐക്യതയോടും സ്നേഹത്തോടും കൂടി ജീവിക്കണം. അങ്ങനെയുള്ള ജീവിതങ്ങൾ സഭയിൽ വരുമ്പോഴും സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഇടയായിത്തീരും. ആകയാൽ സഭാ ശുശ്രൂഷന്മാർ നല്ല സാക്ഷ്യം പുലർത്തുന്നവരായിരിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ദേശത്ത് സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയാലുള്ള സ്ഥിതി ഗുരുതരമാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശി ആകുന്നു എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയ അബ്രഹാമിനെ കുറിച്ച് ദേശവാസികൾ പറഞ്ഞത്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാകുന്നുവെന്നാണ്. ഉൽപ്പത്തി 23 1 മുതൽ 6 വരെ. എലീശ പ്രവാചകനെ കുറിച്ച് ശൂന്യങ്കരുത്തി പറഞ്ഞത് തൻ്റെ ഭർത്താവിനോട് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാകുന്നു എന്ന് പറഞ്ഞു. 2 രാജാ 4 9 എലീശയ്ക്കൊപ്പം നടന്ന ശുശ്രൂഷിച്ച ഗേഹസിക്ക് ഈ സാക്ഷ്യം ഇല്ലാതെ പോയി, ആ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാക്ഷ്യങ്ങൾ സാക്ഷ്യജീവിതം നഷ്ടപ്പെടുത്താതെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ആഴ്ചകൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് പഠിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം എന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവകിരീടം നൽകാൻ, ജീവകിരീടം നൽകാൻ, ജീവകിരീടം നൽകാൻ യേശുരാജൻ വന്നിടുമ്പോൾ, ജീവകിരീടം നൽകാൻ യേശുരാജൻ വന്നിടുമ്പോൾ, ആനന്ദമായി
ആനന്ദമായി മേഘത്തേൽ ഞങ്ങളുമേറിയിടുമേ. ആനന്ദമായി മേഘത്തേൽ ഞങ്ങൾ